റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അടുത്തത് നോക്കാനുള്ളത്. If a firm wants to know its earning on its investment, they can do return on investment ratio. It measures overall profitability and it establishes a relationship between profit or return and investment. ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസും തമ്മിലുള്ള റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് തന്നെയാണ് മറ്റൊരു പേര് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ. ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ഫോർമുല profit before interest and tax divided by capital employed into 100. Return on investment is also known as rate of return or return on capital employed. അപ്പോൾ capital employed എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് താഴെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, അതെല്ലാം നമുക്ക് നോക്കാം. Then the overall profitability ratio may be said to emerge from two other ratios. അതായത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന റേഷ്യോ വന്നിട്ടുള്ളത് രണ്ട് ബേസിക് ഇക്വേഷൻസിൽ നിന്നാണ്. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആൻഡ് അനദർ വൺ ഇസ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ക്യാൻസൽ ചെയ്ത് പോകുന്ന സമയത്താണ് ആ മേലെയുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു ഐറ്റം വന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ കോമ്പണൻസ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ആയിരിക്കും നോക്കാം. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളത് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ്സ്, നെറ്റ് ക്യാപിറ്റൽ ആണ് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ആഡ് ചെയ്ത് അതിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് അതർ ലോങ് ടേം ലോൺസ്, ഇങ്ങനെയാണ് അത് ചെയ്യുക. ഓക്കെ, then fictitious assets ഉണ്ടെങ്കിലും accumulated losses ഉണ്ടെങ്കിലും they have to be deducted. then standard PBIT കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കേണ്ട ഫോർമുലാസാണ് ഇത്രയും. ദെൻ PBIT കമ്പ്യൂട്ട് ചെയ്യേണ്ട ആ ഫോർമുലയും അതൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ദെൻ സ്റ്റാൻഡേർഡ് റേഷ്യോ 15% ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനാണെന്ന് ഇനി സിഗ്നിഫിക്കൻസ് പറയേണ്ട കാര്യമില്ല. ഓരോ ഫേമിനും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ മനസ്സിലാക്കാനാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. ഹയർ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ഗ്രേറ്റർ വിൽ ബി ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ROI. അത് ഓരോന്നും വായിച്ച് നോക്കിയാൽ മതിയാവും, അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അഡ്വാൻറ്റേജ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. എക്സാമ്പിൾ നോക്കൂ. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നെറ്റ് ഫിക്സഡ് അസറ്റ്, ഇക്വിറ്റി ക്യാപിറ്റൽ 75,000, 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, 50,000 ഡിബഞ്ചേഴ്സ് 1,50,000, ഡിബഞ്ചേഴ്സ് 1,50,000. ഓരോന്നിൻ്റെ എമൗണ്ട് ആണ് കേട്ടോ. പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആണ് അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന 50,000, അത് മനസ്സിലാക്കണേ. റിസർവ്സ് 24,000. ദെൻ കറണ്ട് അസറ്റ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആൻഡ് ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ചെയ്യണം, ക്യാപിറ്റൽ എംപ്ലോയിഡും ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും എങ്ങനെയാണെന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കി മനസ്സിലാക്കുക. ഗ്രോസ് പ്രോഫിറ്റ് 106,000 ആണ്. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും മൈനസ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുക? അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എഴുതുക 26,000, അതിനോടൊപ്പം ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക, പ്രൊവിഷൻ ഫോർ ടാക്സ് തുടങ്ങിയവ ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെയാണ്. അത് തന്നെയാണ് PBIT. ഓക്കെ, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്യാൻ നെറ്റ് ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുക. അതും ഡയറക്റ്റായിട്ട് അവിടെ എല്ലാം തന്നിട്ടുണ്ട്. അതെല്ലാം യൂസ് ചെയ്ത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ കാണാവുന്നതേ ഉള്ളൂ. നോക്കൂ, 16% ആണ് അതിൻ്റെ. ഈ ഒരു പ്രോബ്ലം പ്രകാരം 16% ആണ് വന്നത്. അപ്പോൾ ROI ഈസ് ജനറലി കമ്പ്യൂട്ടഡ് ഓൺ ദ ബേസ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. സ്റ്റുഡൻസ് ആർ
advised to give assumptions on the basis of ROI is computed. അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ബേസിസിലാണ് ROI കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് അതൊന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. ദെൻ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതെന്തായിരിക്കും? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലുള്ള റിട്ടേൺ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും അവർക്ക് കിട്ടുന്ന റിട്ടേണും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് പറയുന്നതായിരിക്കും എന്ത്? റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ദിസ് റേഷ്യോസ് കോൾഡ് മദർ ഓഫ് ഓൾ റേഷ്യോസ്. എല്ലാ റേഷ്യോസിൻ്റെയും മദർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അത്ര. പിന്നെ അതിൻ്റെ ഫോർമുല നോക്കൂ. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇതെല്ലാം തന്നിട്ടുണ്ടാവും. ആ എക്സാമ്പിളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക കേട്ടോ. കഴിഞ്ഞ എക്സാമ്പിളിൻ്റെ അത് തന്നെ വെച്ചിട്ടാണ് ആ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഇക്വേഷൻ മനസ്സിലായാൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ. ദെൻ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കാം. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇതെല്ലാം എന്താണെന്നുള്ളത് ആ ഫോർമുലയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. ഓക്കെ. അപ്പോൾ എത്രത്തോളം ഓരോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അതായത് പ്രോഫിറ്റ് എന്താ ഇവിടെ പറയുന്നത്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലെ എത്ര എമൗണ്ടാണ് ഔട്ട്സൈഡേഴ്സിനുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് റിട്ടേൺ ഓൺ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇക്വിറ്റി ക്യാപിറ്റലിന്മേൽ എത്ര റിട്ടേൺ കിട്ടിയെന്നുള്ളത്. ഓക്കെ. അതായത് ഓണേഴ്സ് ഫണ്ടിന്മേൽ എത്ര റിട്ടേൺ ആണ് അവിടെ ഉള്ളതെന്നാണ്. നോക്കൂ, സിഗ്നിഫിക്കൻസ് ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ റേഷ്യോ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു നോ ദ പ്രോഫിറ്റ്സ് ഏൺഡ് ബൈ ദ കമ്പനി. അതായത് എല്ലാ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും എന്തുണ്ടാവും? പ്രോഫിറ്റ് എത്രയാണ് ഓരോ കമ്പനിയും ഏൺ ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ആണെങ്കിൽ അവർക്ക് സമാധാനമാവുള്ളൂ. അതായത് അവർക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടുമെന്നുള്ളൊരു അർത്ഥത്തിൽ. ഓക്കെ. ദെൻ എക്സാമ്പിൾ 18 നോക്കുക. പഴയ എക്സാമ്പിൾ വെച്ചിട്ടാണ് കേട്ടോ. 16 എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് 26,000 ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് ആഫ്റ്റർ ടാക്സ് 26,000. ദെൻ പ്രിഫറൻസ് ഡിവിഡൻഡ് 5,000 ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ 26,000 നിന്നും 5,000 മൈനസ് ചെയ്ത് 21,000 ആണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഓക്കെ. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അറിയാമല്ലോ. 75,000 പ്ലസ് 24,000 പ്ലസ് 21,000. ഇത് ഏതെല്ലാമൊക്കെയാണെന്നുള്ളത് 16 എക്സാമ്പിൾ നോക്കിയിട്ട് ആദ്യം ക്വസ്റ്റ്യൻ നോട്ടിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും കേട്ടോ. അതിൽ മറ്റു മിസ്റ്റേക്കുകളൊന്നുമില്ല. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ഫോർമുലയിൽ ഇതെല്ലാം അപ്ലൈ ചെയ്യുക. 17.5% അവിടെ ആൻസർ കിട്ടുന്നുണ്ട്. അത് ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ ഏർണിംഗ് പെർ ഷെയർ ആണുള്ളത് അടുത്തത്. ഏർണിംഗ് പെർ ഷെയർ. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഓരോ ഷെയറിലും എത്ര ഏർണിംഗ് ഉണ്ടെന്നുള്ളത്. അതായത് ടോട്ടൽ ഏർണിംഗ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഒരു ഷെയറിന് എത്ര ഏർണിങ്സ് ഉണ്ടെന്ന് അറിയാം. ഇത് നിങ്ങൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ചത് തന്നെയായിരിക്കും, എങ്കിലും ഓർത്ത് വെക്കുക കേട്ടോ. EPS, നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ എക്സാമ്പിളിൽ തന്നെ അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അത് നോക്കി മനസ്സിലാക്കുക. നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ നെറ്റ് പ്രോഫിറ്റ് മൈനസ് ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. അതായത് ശ്രദ്ധിക്കുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം, പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടണമെങ്കിൽ മറ്റുള്ള ലയബിലിറ്റീസ്, അതായത് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ടാക്സും പ്രിഫറൻസ് ഡിവിഡൻറ്റും എല്ലാം ഔട്ട്സൈഡേഴ്സിൻ്റെ ലയബിലിറ്റിയാണ്. അപ്പോൾ അതെല്ലാം മൈനസ് ചെയ്യണം നെറ്റ് പ്രോഫിറ്റിൽ നിന്ന്. എന്നിട്ട് കിട്ടുന്നതായിരിക്കും എന്ത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള നെറ്റ് പ്രോഫിറ്റ്. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈക്വൽസ് നെറ്റ് പ്രോഫിറ്റ് മൈനസ് ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻസ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 3,80,000 മൈനസ് 50%. അതായത് റേറ്റ് ഫോർ ടാക്സ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 50% ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ 50% മൈനസ് ചെയ്യുന്ന സമയത്ത് 1,90,000 തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് വരുന്നത്. ദെൻ പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്
10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 10% ആയിരിക്കും. അപ്പോൾ 4 lakh ഇൻറ്റു 10/100 40,000 ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് എങ്ങനെയായിരിക്കും? മൊത്തത്തിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ടാക്സും ഡിവിഡൻഡും മൈനസ് ചെയ്യണം. 1,90,000 മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ്, അതായത് ടാക്സ് ഓൾറെഡി ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് എന്ത്? 1,90,000. ആ 1,90,000 നിന്നാണ് എന്ത് മൈനസ് ചെയ്യുന്നത്? ഈ ഒരു പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യുന്നത്. 40,000 മൈനസ് ചെയ്യുന്ന സമയത്ത് 1,50,000 നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്നുള്ള എമൗണ്ട് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? EPS ഏർണിംഗ് പെർ ഷെയർ എങ്ങനെ കാണും? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നുള്ളത് ഡിവിഡൻഡ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കൂ, ഇവിടെ നോക്കൂ, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കാണണം. അതായത് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഈ ഒരു ഫോർമുലയിലുള്ള കാര്യം കാണണം അല്ലേ? നോക്കൂ, ഫോർമുലയിൽ എന്തുള്ള നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എങ്ങനെ കാണും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 ഈച്ച് 5 lakh അങ്ങനെയല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എത്ര ഷെയർസ് ഉണ്ടാവും? 5 ലക്ഷം രൂപയാണ് ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത്. അതിലൊരു ഷെയറിന് എത്രയാണ്? 10 രൂപയാണ്. 5 lakhs ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് എത്ര ഷെയർസ് ഉണ്ടെന്ന് കിട്ടി? 50,000 ഷെയർസ് ഉണ്ടെന്ന് കിട്ടി അല്ലേ? അപ്പോൾ 50,000 ഷെയർസാണ് നമ്പർ ഓഫ് ഷെയർസിൽ വരുന്നത്. അത് ആ 50,000 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത്. EPS ഈക്വൽസ് 1,50,000 ഡിവൈഡഡ് ബൈ 50,000 ഈക്വൽസ് 3. അതായത് ഓരോ ഷെയറിനും ഏണിങ്ങിൻ്റെ എത്ര രൂപ കിട്ടും? 3 രൂപ വെച്ച് കിട്ടും. ഏണിങ്ങിൽ നിന്നും 3 രൂപ ഓരോ ഷെയറിനും വെച്ച് കിട്ടും. അതാണ് ഏണിംഗ് പെർ ഷെയർ. ഓരോ ഷെയറിനും കിട്ടുന്ന ഏണിംഗ് എന്ന് പറയുന്നത് 3 രൂപയാണ്. ഓക്കെ, അടുത്തത് നോക്കൂ, ഡിവിഡൻഡ് പെർ ഷെയർ. അപ്പോൾ ഏണിംഗ് പെർ ഷെയർ കണ്ട പോലെ തന്നെ എന്ത് ചെയ്യാം? ഡിവിഡൻഡ് പെർ ഷെയറും കാണാം. ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓരോ ഷെയറിനനുസരിച്ച് എത്ര ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. സപ്പോസ് 19ാമത്തെ എക്സാമ്പിളിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 20% ഓൺ ഇക്വിറ്റി ഷെയർസ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയായിരിക്കും? 5 lakh ഇക്വിറ്റി ഷെയർസിൻ്റെ എമൗണ്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 5 lakhൻ്റെ 20% ആയിരിക്കും ഡിവിഡൻഡ്. ഓക്കെ, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 50,000 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 lakh ഡിവൈഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ 2 എന്നുള്ളത് കാണും. അപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദയവ് ചെയ്ത് കേട്ടിരുന്ന് കണ്ട് മനസ്സിലാക്കാതെ ഒന്ന് നോട്ടിലേക്ക് എഴുതുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ വീഡിയോയിൽ വെറുതെ കണ്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ മനസ്സിലാവുമെങ്കിലും പിന്നീട് അത് മനസ്സിൽ നിൽക്കണമെങ്കിൽ ഇതെല്ലാം ഒന്ന് എഴുതി നോക്കുക. എഴുതി നോക്കിയതിന് ശേഷം പഠിക്കുക കേട്ടോ. നോക്കൂ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എങ്ങനെയാണ് ചെയ്യുക? ദ കമ്പനി ഡസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ഓൾ ഓഫ് ഇറ്റ്സ് ഏർണിംഗ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. എ പാർട്ട് ഓഫ് ഏർണിംഗ് ഷാൽ ബി റിട്ടേൺഡ് ഇൻ ദ ബിസിനസ്. അതായത് ഒരു കമ്പനി അവരുടെ ഏർണിങ്സിൻ്റെ മൊത്തം പാർട്ടും എന്ത് ചെയ്യില്ല? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കില്ല. കുറച്ച് ഭാഗം എന്ത് ചെയ്യും? മാറ്റി വയ്ക്കും. അപ്പോൾ ആ മാറ്റി വയ്ക്കുന്ന എമൗണ്ട് എന്തിനുള്ളതാണ്? ഡിവിഡൻഡ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഏർണിങ്സ് ബിലോങ്ങിങ് ടു ദം. അതായത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുള്ള, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡും അതേപോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സും തമ്മിലുള്ള റേഷ്യോ ആണ് അത് പറയുന്നത്. ഡിവിഡൻഡ് റേഷ്യോ, പേ ഔട്ട് റേഷ്യോ എന്ന് നോക്കൂ. ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ EPS. ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഫ്രം ദിസ് റേഷ്യോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് റിട്ടൻഷൻ റേഷ്യോ. ഇതിലൂടെ റിട്ടൻഷൻ റേഷ്യോ കാണാം. റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്രയാണോ കിട്ടുന്നത് അത് മൈനസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിന് എന്തിനാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാണുന്നത്? ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അത് പഠിച്ചതിന് ശേഷം തുടർന്നുള്ള ഓരോ പ്രോബ്ലംസും ചെയ്തു നോക്കുക കേട്ടോ. This ratio is a good measure of dividend policy of a company. It shows the number of times company's earning cover the dividend. എത്ര തവണ കമ്പനിയുടെ ഏർണിങ് ഡിവിഡൻഡ് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് കവർ ചെയ്യുന്നത് 2 അല്ലെങ്കിൽ 3 ഒക്കെ ആണെങ്കിലാണ്
ഐഡിയൽ റേഷ്യോ ആയിട്ട് ഐഡിയൽ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, 21 എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഫ്രം യൂസിങ് 19ഉം 20ഉം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ പ്രോബ്ലം കയ്യിൽ വേണം, വീഡിയോ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ വേറൊരു പേജിൽ ആ പ്രോബ്ലം എഴുതിയാലേ നമുക്കത് അറിയുള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 1,50,000, ഡിവിഡൻഡ് 1,00,000 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഡിവിഡൻഡ് പേ ചെയ്തത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത ഡിവിഡൻഡ് എത്രയാണ്? 1 lakh. ദെൻ അവരുടെ EPS എത്രയാണ്? EPS അല്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 1,50,000. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു റേഷ്യോ ആണ് വരുന്നത്. ദെൻ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ എന്നുള്ള ചെയ്യുന്ന സമയത്ത് 2/3 എന്നുള്ള ആൻസർ കിട്ടും, അല്ലെങ്കിൽ 66 2/3 എന്നുള്ളത് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.